ജനഹിതമറിയും മുൻപേ എന്ന പരിപാടിയുമായി നമ്മളിപ്പോൾ ഉള്ളത് മറ്റൊരു സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. കൂത്തുപറമ്പ് മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിജിലാലാണ് നമ്മോടൊപ്പമുള്ളത്. അപ്പം ജനഹിതത്തിന് മുൻപ് അദ്ദേഹത്തിന് നമ്മോട് എന്താ പറയാനുള്ളത് എന്ന് കേൾക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. കഴിഞ്ഞുപോയ തിരഞ്ഞെടുപ്പ് ദിവസങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല രീതിയിലാണ് തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾക്ക് കുറച്ച് ദിവസം മാത്രമേ വർക്ക് ചെയ്യാനായിട്ട് സമയമുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ തൃപ്തി തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ NDAയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? കൂത്തുപറമ്പ് മണ്ഡലത്തിൽ NDA നമുക്ക് ഇത്തവണ BJP NDA വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം, ഈ 3 കാര്യങ്ങളാണ് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂത്തുപറമ്പിൽ നമ്മൾ അത് തന്നെയാണ് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ നമ്മുടെ ഈ കൂത്തുപറമ്പിൽ പറയുമ്പോൾ പഴയ പെരിങ്ങളമായാലും അതേപോലെ തന്നെ 2011 ശേഷമുള്ള നമ്മുടെ പുതിയ കൂത്തുപറമ്പ് നിയോജക മണ്ഡലമായാലും ഒരു കാലാനുസൃതമായിട്ടുള്ള ഒരു വികസനം കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വികസനത്തിന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ആ തരത്തിലുള്ള വോട്ടാണ് വന്നതെങ്കിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. വികസനം പറയുകയാണെങ്കിൽ കൂത്തുപറമ്പ് പാനൂരും വലിയ പ്രശ്നം ഗതാഗതക്കുരുക്കുണ്ട്. അപ്പോൾ ഗതാഗതക്കുരുക്കിന് ഇവിടെ മന്ത്രിമാർ വരെ വന്നിട്ടുണ്ട്. ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ആയിട്ടില്ല. തീർച്ചയായിട്ടും ഇവിടെ ജയിച്ചിട്ടുള്ള ആളുകൾ UDF-ലായാലും ശരി LDF-ലായാലും ഇവിടെ ജയിച്ചിട്ടുള്ള ആളുകൾ മന്ത്രിമാരായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ പാനൂരിൻ്റെ ഗതാഗതക്കുരുക്ക് ഇപ്പോഴും പോയി നോക്കിയാൽ അറിയാം, ട്രാഫിക് ജാമാണ്. കൂത്തുപറമ്പിൽ ഇതേ അവസ്ഥയാണ്. പിന്നെ കൂത്തുപറമ്പ് റിംഗ് റോഡുകളുടെ പ്രവർത്തനം റെഡിയാകുന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ റിംഗ് റോഡുകളുടെ പ്രവർത്തനം ഇപ്പോൾ പാതി വഴിയിലാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല, കാരണം പണമില്ല. അതേപോലെ പാനൂർ താലൂക്ക് ആശുപത്രി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഗതാഗതക്കുരുക്കിൻ്റെ കാര്യത്തിലും ഒക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലമായി കൂത്തുപറമ്പ് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ജനങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഉത്തമ വിശ്വാസം. അതുകൊണ്ട് ആ തരത്തിൽ ജനങ്ങൾ അതിനനുസരിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനി വോട്ടായി മാറും. കൂത്തുപറമ്പിൽ ഇത്തവണ 3 സ്ഥാനാർത്ഥികളും കന്നി അംഗത്തിലാണ്. എതിർ സ്ഥാനാർത്ഥികളെ എങ്ങനെയാണ് കാണുന്നത്? എതിർ സ്ഥാനാർത്ഥികളെ നമ്മൾ ഇപ്പോൾ LDF-ന്റെ ഭാഗത്തുനിന്നാൽ നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥികളായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മളെ പ്രദേശത്തില്ലാത്ത UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ അവർ ആദ്യഘട്ടത്തിൽ തന്നെ അവർ പരാജയപ്പെട്ടു. കാരണം ഈ മണ്ഡലത്തിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. പുറത്തുനിന്ന് വയനാട്ടിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ എത്രത്തോളം അവരെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് മെയ് 4-ാം തീയതി മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. വക്കീൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, LDF-ഉം NDA-യും തമ്മിലാണ് മത്സരം. അതെ. UDF ആദ്യ പരാജയം സംഭവിച്ചു. അല്ല, അത് പറയാൻ വേണ്ടിയുള്ള കാരണം ഇത് തന്നെയാണ്. തുടക്കത്തിൽ തന്നെ അവർക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ അവരുടെ ആ ഒരു പരാജയം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് ജനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. അത് ഒരു പുറത്തുനിന്ന് വന്നിട്ട് ഒരാൾക്ക് എത്രത്തോളം അത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് NDA-യും LDF-ഉം തമ്മിലുള്ള ഒരു മത്സരമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ BJP 2 അക്കം തികക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പ്രതീക്ഷ? അല്ല, അത് സംസ്ഥാന നേതൃത്വം അത് പറഞ്ഞിട്ടുണ്ട്. ഒരു 15 സീറ്റ് വരെ കിട്ടും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഇതാണ് നമ്മളും അറിയുന്നത്. ആ തരത്തിൽ തന്നെയാണ് ജനങ്ങൾ വികസനത്തിന് വേണ്ടി, വലിയൊരു മാറ്റത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ BJP-ക്കും അത് തന്നെയാണ് പ്രതീക്ഷ. നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ നേരിട്ട് നമ്മുടെ പ്രദേശത്തും എത്തണമെങ്കിൽ ആ വികസനം കൂടെ യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. നരേന്ദ്രമോദി എഫക്റ്റ് കേരളത്തിലും ഉണ്ടാകും എന്നാണ്. തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ എഫക്റ്റ് തന്നെയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. കാരണം വികസനം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. നമ്മളെല്ലാവരും വികസനം, നമ്മുടെ നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിൽ നരേന്ദ്രമോദി എഫക്റ്റ് തീർച്ചയായിട്ടും കേരളത്തിൽ ഇത്തവണ ഉണ്ടാവും. പണം നൽകിയും കിറ്റ് നൽകിയും വോട്ടർമാരെ സ്വാധീനിക്കുന്നു എന്നും BJP-ക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട്. ഇതും തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെയാണ്. അല്ല, അത് BJP കേരളത്തിൽ ജയിക്കും, പല സ്ഥലങ്ങളിലും ജയിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എതിരാളികൾ പറഞ്ഞുണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രചരണം മാത്രമാണ്. അതിൽ കൂടുതൽ വസ്തുതകൾ പറ്റി എനിക്ക് പറയാനറിയില്ല. കാരണം മറ്റ് മണ്ഡലങ്ങളിൽ ഉള്ള ഒരു പ്രചരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് BJP പാലക്കാട് ജയിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ കൊണ്ടുവരുന്ന ഒരു നാടകം മാത്രമാണ് എന്നാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ജനങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു ആൾ എന്നുള്ള നിലയിൽ ജനങ്ങൾ കരുതിയിട്ടുണ്ടാവും എന്നാണ് പറയാനുള്ളത്. കേരളത്തിൽ എങ്ങനെ ഭരണമാറ്റം ഉണ്ടാകുമോ? അതായത് VD സതീശൻ പറയുന്നത് 100 കടക്കും, ഇല്ലെങ്കിൽ വനവാസമെന്ന്. LDF പറയുന്നു തുടർ ഭരണമാകുമെന്ന്.
അല്ല, കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു തൂക്കുമന്ത്രിസഭ, ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ BJPക്ക് എന്തായാലും വോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തൂക്കുമന്ത്രിസഭ കേരളത്തിൽ ഉണ്ടാകുന്നതാണ് BJPയുടെ ഒരു പ്രതീക്ഷ. തൂക്ക് മന്ത്രിസഭയാകുമ്പോൾ BJP പറയും ആര് ഭരിക്കണമെന്ന് അബ്ദുൾ കുട്ടി മുൻപ് പറഞ്ഞിട്ടുണ്ട്. അല്ല, BJPക്ക് തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കുമല്ലോ. ആ ഒരു തരത്തിൽ BJPക്ക് സീറ്റുകൾ കേരളത്തിൽ ലഭിച്ചാൽ തീർച്ചയായിട്ടും BJP ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് കേരളത്തിൽ മാറും. വിജയിച്ചു വരികയാണെങ്കിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്താണ്? വിജയിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നമ്മുടെ പാനൂരിലും കൂത്തുപറമ്പിലുമുള്ള ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും ഒന്നാമത്തത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നേരത്തെ പറഞ്ഞ ആരോഗ്യ മേഖല, അതേപോലെ റോഡുകൾ. നിങ്ങൾ ആ പൊയിലൂർ ഭാഗത്തൊക്കെ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള റോഡുകൾ 10-15 വർഷമായി താറിയേറ്റ്. അപ്പോൾ അതൊക്കെ ശരിയാക്കാനുള്ള നടപടികൾ കൃത്യമായിട്ടും എടുക്കുന്നതായിരിക്കും. പഠിച്ചുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ വേണ്ട വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള മുൻകൈ എടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. പ്രതിഷേധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഇത് ഇങ്ങനെ തന്നെ തുടരുന്നത്? അല്ല, പ്രതിഷേധങ്ങൾ എന്നല്ല, ഇപ്പം കൂത്തുപറമ്പിൻ്റെ ഒരു അവസ്ഥ നോക്കിയാൽ നമുക്കറിയാം, ഓരോ തവണയും LDF അധികാരത്തിന് വേണ്ടിയിട്ട് LDFിലായാലും UDFിലായാലും മാറി മാറി ജയിക്കും എന്നുള്ള ആ ഒരു ചിന്തയാണ് ഈ തരത്തിൽ മണ്ഡലം വലിയ രീതിയിൽ പിന്നോക്കം പോകാനുള്ള അവസ്ഥ. അപ്പോൾ അത്തരത്തിലാണ് ആളുകൾ ഇവിടെ ജയിച്ചു. ഇപ്പം നിലവിൽ MLA 20 വർഷം, ഒരു തവണ മന്ത്രിയായി. 20 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. 20 വർഷത്തിൽ നമ്മളെ മണ്ഡലം ഒരേ ആൾ തന്നെ MLA ആകുമ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ. ഏറ്റവും നമ്മുടെ മുന്നിലുള്ള പാനൂരിൻ്റെ അവസ്ഥ ഈ ഗതാഗതക്കുരുക്ക് ഇങ്ങനെയാകുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും. MLAയുടെ തൊട്ടടുത്ത ഒരു ചെമ്മരിയോട് പാലം എന്ന് പറയുന്ന ഒരു പാലം 1 വർഷത്തിലധികമായിട്ട് പൊട്ടിക്കിടക്കുകയാണ്. പുത്തൂരിനെയും കുന്നോത്തുറവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ഇത് പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി. ഇതുവരെ ഒരു നടപടി എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത്തരത്തിന് വീണ്ടും മത്സരിക്കുന്നത് MLAയുടെ പാർട്ടി തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും MLA മത്സരിക്കാത്തത്? അല്ല, അതാണ് MLA മത്സരിക്കാത്ത MLA ഇത്തവണ നിന്ന് കഴിഞ്ഞാൽ ജയിക്കില്ല എന്നുള്ള അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ വീണ്ടും ഒരാളെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നു എന്നല്ലാതെ അവരുടെ നയങ്ങളൊന്നും ഇനി മാറാൻ വേണ്ടി പോകുന്നില്ല. കൂത്തുപറമ്പിന് വികസനം ഉണ്ടാകാനും പോകുന്നില്ല. അത് ജനങ്ങളെ നമുക്ക് കിട്ടിയ ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്കത് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വികസനത്തിന് വേണ്ടിയാണ് അവർ വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് NDAയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് G. ഷിജിലാലാണ്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. നമസ്കാരം. AG ഗോൾഡ് വിഷു അക്ഷയ തൃതീയ സ്പെഷ്യൽ ഓഫറുകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ സ്വർണ്ണ പർച്ചേസ് കൂടുതൽ ലാഭകരമാക്കൂ. പ്രത്യേക ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഓരോ 1 പവൻ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഗോൾഡ് കോയിൻ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 40% വരെ ഡിസ്കൗണ്ട്. ഓരോ 50,000 രൂപ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവനിൽ കൂടുതൽ കൽക്കത്ത, ആന്റിക്, ചെട്ടിനാട് നഗാസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പ്രത്യേക ഡിസ്കൗണ്ട്. പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോഴും ഈ പ്രത്യേക ഡിസ്കൗണ്ട് ലഭ്യമാണ്. അക്ഷയ തൃതീയയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ ഓരോ പർച്ചേസും AG ഗോൾഡിൽ നിന്നാവട്ടെ.